എല്ലാ കാലഘട്ടത്തിലും മുമ്പിൽ നിന്ന് ഫുട്ബോളിനെ നയിച്ചവരാണ് ബ്രസീലുകാർ. കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ കളിക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേക കഴിവാണ് അവർക്കുള്ളത്. പെലെ മുതൽ തുടങ്ങുന്ന താരങ്ങളിൽ ഇന്നേക്ക് നെയ്മറിന് ശേഷം 21ാം നൂറ്റാണ്ടിലെ രണ്ടാം പതിറ്റാണ്ടിൽ ടീമിന് നെടുന്തോണാവാനുള്ളവരുടെ ലിസ്റ്റിലേക്ക് അതിവേഗം മറ്റൊരാളുടെ പേർ കൂടി ഉയർന്നു വരികയാണ്. വിനിയും റോഡ്രിയും മാർട്ടിനെല്ലിയും എല്ലാം ക്ലബ്ബ് തലത്തിൽ കഴിവ് തെളിയിച്ചാണ് രാജ്യത്തിനായി കളിക്കാൻ വേണ്ടി തയ്യാറെടുത്തത്. അവർക്കൊപ്പം അവരെക്കാൾ പ്രായം കുറഞ്ഞ യൂറോപ്യൻ മൈതാനങ്ങളിൽ കളിക്കാത്ത എന്നാൽ തുടർച്ചയായി 2 മാച്ചുകളിൽ രാജ്യത്തിനായി ഗോൾ നേടിയാണ് എൻറിക് എന്ന യുവപ്രതിഭ വിരവറിയിച്ചത്. തുടർച്ചയായി പ്രധാനപ്പെട്ട കിരീടങ്ങൾ നഷ്ടപ്പെടുന്ന കാനഡക്കാർക്ക് എൻറിക് നൽകുന്ന ഊർജം ചെറുതല്ല. കക്കയ്ക്കും റൊണാൾഡീനയ്ക്കും ശേഷം നെയ്മർ കൈപിടിച്ചു ഉയർത്തിയതുപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ടീമും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന ഫുട്ബോൾ സ്റ്റാർഡം സൃഷ്ടിക്കാൻ എൻറിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അയാൾ ഒരു ബ്രസീലിയൻ ആയതുകൊണ്ട് മാത്രമല്ല, താരത്തിന്റെ ക്ലിനിക്കൽ ഷോട്ട്, സ്പീഡ്, അക്യുറേറ്റായി ടാർഗറ്റ് ചെയ്ത് ഗോൾ നേടുന്ന കഴിവ്, ഇതെല്ലാം കൊണ്ടും പിന്നെ ഇനി അങ്ങ് ബൂട്ട് കെട്ടാൻ പോകുന്ന ക്ലബ്ബും എൻറിക്കിനെ വളരാനേറെ സഹായിക്കും. ബ്രസീൽ ലോകകപ്പിന് മുമ്പ് എല്ലാവരുടെയും മനസ്സ് നിറച്ച ടീമായിരുന്നു. ആരൊക്കെ മടങ്ങിയാലും ബെഞ്ചിലെ സ്ട്രെങ്താണ് ആരാധകരുടെ ആത്മവിശ്വാസമായിരുന്നത്. എന്നാൽ തീർത്തും വിപരീതമായി സംഭവിച്ചതോടെ വിള്ളലുകൾ വന്ന ആക്രമണ നിരക്ക് ഒരാൾ ആവശ്യമുണ്ടെന്നത് വ്യക്തമാണ്. ഗബ്രിയേൽ ജീസസിനും റിച്ചാർലിസനും സാധിക്കാത്ത പല കാര്യങ്ങളും ഒരു നമ്പർ 9 സ്ട്രൈക്കറായിക്കൊണ്ട് താരത്തിന് സാധിക്കട്ടെ. അതിനാൽ കോപ്പയ്ക്ക് മുമ്പേ ഇരുതല മൂർച്ച കൂട്ടിയ ഒരു സ്ട്രൈക്കർ, അതാണ് എൻറിക് എന്ന 17-കാരൻ.